യേശുക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും 25,000-ഓളം ഫോട്ടോകൾ, അതും ഒറ്റ ഫ്രെയിമിൽ. ചങ്ങനാശ്ശേരിക്കാരനായ ലോറൻസ് വ്യത്യസ്തനാവുന്നത് ഇങ്ങനെയാണ്. ലോറൻസിന്റെ വിശേഷങ്ങളാണ് ഗൾഫ് മനോരമയിൽ ഇനി. യേശുക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും ചിത്രങ്ങൾ കോർത്തിണക്കി ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരവുമായാണ് ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശി ലോറൻസ് മാമൻ നേര്യമ്പറമ്പിൽ വ്യത്യസ്തനാകുന്നത്. സുഹൃത്തുക്കൾ വഴിയും വിവിധ പള്ളികളിൽ നിന്ന് സ്വന്തമായി പകർത്തിയ ചിത്രങ്ങളും ശേഖരത്തിലുണ്ട്. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള അപൂർവമായ ചിത്രങ്ങളും ഈ ശേഖരത്തിന്റെ മാറ്റുകൂട്ടുന്നു. ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ മദർ തെരേസ പുണ്യവതി സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാൻ പള്ളികളിൽ നിന്ന് നേരത്തെ തന്നെ ചിത്രങ്ങൾ എടുത്ത് സൂക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓരോ പള്ളിയിലും വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളായിരിക്കും. അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും. അതിങ്ങനെ കളക്ഷൻ കൂടി വന്നപ്പം ഇത് കുറേ കൂടുതൽ ചെയ്യണമെന്ന് തോന്നി. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പല രാജ്യത്ത്, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ അവരിത് അയച്ചു തരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ പിക്ചറുകളുള്ളത്. അപൂർവ ചിത്രങ്ങളുടെ അനാച്ഛാദനം ഈയിടെ എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് നിർവഹിച്ചത്. ഇത്രയും ചിത്രങ്ങൾ ഒറ്റ ഫ്രെയിമിൽ ചേർത്ത് വെച്ച് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതും ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ചു നിൽക്കുന്ന മാതാവിന്റെ ചിത്രം മുതൽ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണിയേശുവിന്റെ ചിത്രങ്ങളും ഈശോയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലെയും തുടങ്ങി അന്ത്യാത്താഴത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും ലോകത്ത് ഇന്ന് വരെ ലഭ്യമായ എല്ലാ ചിത്രങ്ങൾക്കും പുറമെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചിത്രങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന അബുദാബി ലുവർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സാൽവദോർ മുണ്ടി എന്ന ചിത്രവും ലോറൻസിന്റെ ശേഖരത്തിൽ ഭദ്രമാണ്. ലൂവർ മ്യൂസിയത്തിൽ ഇത് വിയറ്റ്നാമിൽ 220 ദിർഹംസിന് വിറ്റുപോയ ചിത്രമാണിത് പണ്ട്. അപ്പോൾ ഈ പടം ലൂവർ മ്യൂസിയം, അബുദാബി ലൂവർ മ്യൂസിയം എടുത്തിരിക്കുന്നത് $165 കോടി. അത് ഒരു 3 വർഷം മുമ്പ് എടുത്തിരിക്കുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു ചിത്രം എന്ന് പറയുന്നത്. 1/4 നൂറ്റാണ്ടിലേറെ സമയമെടുത്ത് താൻ സ്വന്തമായി പകർത്തിയതും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ശേഖരിച്ചതുമായ പടങ്ങൾ എല്ലാം തന്നെ നിശ്ചിത അളവിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒരൊറ്റ ഫ്രെയിമാക്കാൻ തുനിഞ്ഞത് ഏറെ ശ്രമകരമായിരുന്നുവെന്ന് ലോറൻസ് പറയുന്നു. ഇത്രയും ചിത്രങ്ങൾ ഒരുമിച്ച് സെറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഉതകുന്ന കമ്പ്യൂട്ടറുകളും പ്രിന്റിംഗ് മെഷീനുമൊന്നും ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതിനാൽ ദുബായിലാണ് ഈ ജോലി പൂർത്തിയാക്കിയത്. ചിത്രങ്ങൾ തമ്മിൽ സാമ്യം വരാതിരിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. 1.5 വർഷത്തോളം സമയമെടുത്ത ഗ്രാഫിക് ഡിസൈനറായ കൊല്ലം സ്വദേശി വിവേകാനന്ദന്റെ സഹായത്തോടെ ചിത്രങ്ങൾ ഒറ്റ ഫ്രെയിമിൽ സെറ്റ് ചെയ്തു. 33 അടി നീളത്തിലും 10 അടി വീതിയിലുമുള്ള ഒരൊറ്റ ക്യാൻവാസിലേക്ക് പകർത്തിയതും ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടായിരുന്നു. 25,000 വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഒരു പടത്തിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമാണ്. ഇത് ഒന്നിപ്പിച്ച് പ്രിന്റ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരേപോലെയുള്ള പടം അല്ലാത്തതും സെലക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. മിനിമം 10 GB എങ്കിലും കപ്പാസിറ്റിയുള്ള സിസ്റ്റത്തിന് ഒരു 2500 പിക്ചർ അല്ലെങ്കിൽ 3000 പിക്ചർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 25,000 പിക്ചർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഞാൻ പള്ളികളിൽ നിന്ന് ചിത്രങ്ങൾ എടുത്ത് സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോ പ്രിന്റ് അടിച്ചിട്ട് ആൽബത്തിനകത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽബം ഇങ്ങനെ കുറേ നാളായി കഴിയുമ്പോഴത്തേക്ക് അത് പൂത്തു പോകും, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഡിജിറ്റലിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാം ആദ്യം CD-യിൽ സൂക്ഷിച്ചു, പിന്നെ പെൻഡ്രൈവിലാക്കി, പിന്നെ ഹാർഡ് ഡിസ്കിലാക്കി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. യേശുവിന്റെയും മാതാവിന്റെയും മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പേനകളുടെയും കോഫി മഗുകളുടെയും ശേഖരവും ഇദ്ദേഹത്തിനുണ്ട്. ലോക റെക്കോർഡിന് സാധ്യതയുള്ള ഈ ചിത്രശേഖരം മാർപ്പാപ്പയ്ക്ക് കൈമാറുക എന്നതാണ് ലോറൻസിന്റെ സ്വപ്നം. ഇത് മാർപ്പാപ്പയുടെ അടുത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. ഇവിടെ വന്നപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അബുദാബിയിൽ ഇതിന് ഇത്രയും വലിപ്പമുള്ളൊരു ഇത് ബാനർ ചെയ്യാനുള്ളൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ജോർജ് ആലഞ്ചേരി ഇത് കൊച്ചി ബിഷപ്പ് ഹൗസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്താണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർപ്പാപ്പയുടെ അടുത്ത് പ്രദർശിപ്പിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന കുറഞ്ഞ സമയം ചിത്രഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഈ മലയാളി.